ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ ഇത് വലിയ ചർച്ചയായി മാറിയിട്ട് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് ഹാരിസ് ചിറക്കലിനെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് ഗുരുതുല്യനായ ആളാണ്, അതുകൊണ്ട് പ്രശ്നമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അല്ല, അങ്ങനെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ല. പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ ചെയ്തത്, അത് ചെയ്യേണ്ടി വന്നു. അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അത് വീണ ജോർജിനെ സംബന്ധിച്ചു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അതിനെ തുടർന്നൊരു എൻക്വയറി കമ്മിറ്റി വെച്ചു. അതിൽ ഈ ഡോക്ടർ ഹാരിസ് മൊഴി കൊടുത്തു. പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അതുകൂടാതെ മറ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവരും മൊഴി കൊടുത്തു. ഇവരെല്ലാവരും ഹാരിസ് പറയുന്നതിൽ കഴമ്പില്ല എന്നാണ് മൊഴി കൊടുത്തത്. ഒരൊറ്റ ആൾ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് സ്വാഭാവികമായ സാധാരണ സർക്കാരിൽ സംഭവിക്കുന്ന ചില ഡിലേ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സാധാരണ സർക്കാരിൽ സംഭവിക്കുന്ന ഡിലേ എത്രയാണ്? ഇതാണ് ഇതിനകത്തെ പ്രോബ്ലം. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ നിരന്തരം പോയി കണ്ട് ഓരോ ബ്യൂറോക്രാറ്റിൻ്റെയും ഗുമസ്തൻ്റെയും മുമ്പിൽ നിന്ന് തലചൊറിഞ്ഞിട്ടും ഈ കാര്യം നടക്കുന്നില്ല. ഇവർ പറയുന്നു സ്വാഭാവികമായി വരുന്ന സർക്കാരിലെ കാലതാമസം. ആ കാലതാമസം പലപ്പോഴും 3-4 വർഷമാണ്. സ്വാഭാവിക കാലതാമസം എന്ന് പറയുന്നത് 3 വർഷം 4 വർഷമൊക്കെയാണ്. രോഗി ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഇത് ആൾക്കാർ മറികടക്കുന്നത് എങ്ങനെയാണ്? സർക്കാർ ആശുപത്രിയിൽ രോഗിയോട് പറയും, ദേ സൂചിയില്ല, സിറിഞ്ചില്ല, നിങ്ങളത് മേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പോൾ സൂചി, സിറിഞ്ച്, മരുന്ന് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പിന്നെ ഇവരാകെ ഇഞ്ചക്ഷൻ എടുക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രോഗിയും വിചാരിക്കുന്നത് എന്താ, ഒന്നുമില്ലെങ്കിലും ഇത് വാങ്ങിച്ചു കൊടുത്തപ്പോഴെങ്കിലും ചെയ്തല്ലോ എന്ന് അവർ വിചാരിക്കുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം പൈസ കൊടുക്കണം. ആദ്യമേ തന്നെ അവർ ചീട്ടെഴുതും. ആ ചീട്ട് കൊണ്ടുപോയി ഫാർമസിയിൽ കാണിച്ച് അവർ ബില്ലടിച്ച് തരും. ആ ബില്ല് കൊണ്ടുപോയിട്ട് ഇവിടെ ക്യാഷ്യർ എടുത്ത് പൈസ അടച്ച് അയാൾ റിസീവ്ഡ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് അടിക്കും. ആ സ്റ്റാമ്പുമായിട്ട് വീണ്ടും ഫാർമസിയിൽ പോയിട്ട് വേണം മരുന്ന് മേടിക്കാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ. ഇത്രയും പാട് ഇവിടെ ഇല്ല. നമ്മൾ ഈ സാധനം മിനിമം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ നടക്കും. ഇപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ ധർമ്മസങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന ആൾക്കാർ അവർ കയ്യിൽ കാശില്ല, നിസ്സഹായരാണ്. അങ്ങനെയുള്ളവരോട് വളരെ കോസ്റ്റ്ലി അവർ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നത് എങ്ങനെ? മാത്രമല്ല അവർ വിചാരിച്ചാൽ അത് കിട്ടുകയുമില്ല. വലിയ സപ്ലയേഴ്സ്, സീമെൻസ്, ഹ്യൂലറ്റ് പക്കാർഡ് ഇവരൊക്കെ നിർമ്മിക്കുന്ന സാധനങ്ങളാണ്. നേരത്തെ ഓർഡർ കൊടുത്ത് ഒക്കെ വരണം. അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന സാധനമില്ല. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും രോഗികൾ തന്നെയാണ് വാങ്ങിച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊടുക്കുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്നുകളൊക്കെ വളരെ പേരിനേ ഉള്ളൂ. മരുന്ന് വാങ്ങാൻ ഇവരൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി. കോർപ്പറേഷൻ ഉണ്ടാക്കിയതുണ്ടായില്ല, കുറേ കൂടെ ഡിലേ ഉണ്ടാകും എന്നുള്ളതല്ല പ്രയോജനം എന്താ? അപ്പോൾ ഇത് നേരെ ചൊവ്വേ നടക്കില്ല ഈ സിസ്റ്റം. ഇപ്പം ഞാൻ പറയാം, ഡോക്ടർ ഹാരിസ് പറയുകയാണ് യൂറോളജിയിൽ ഇന്ന എക്യുപ്മെൻറ്റ് വേണം. ഡോക്ടർ ഹാരിസ് സർക്കാരിലെ നടപടി അനുസരിച്ചാണെങ്കിൽ ഒരു ഇൻറ്റൻറ്റ് റേസ് ചെയ്യണം, ഒരാവശ്യം റേസ് ചെയ്യുക. അതിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ടാകും. അതിലൊപ്പം കേട്ടിട്ട് ഈ ഇൻറ്റൻറ്റ് മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുക്കുന്നത് സർക്കാർ നിയമം അനുസരിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അയാൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഡോക്ടർ ഹാരിസിൻ്റെ ട്രേയിൽ കിടക്കുന്ന ഈ പേപ്പർ എടുത്തിട്ട് ഇത് സൂപ്രണ്ടിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുപോയി സൂപ്രണ്ടിൻ്റെ മേശപ്പുറത്ത് പോയി. സൂപ്രണ്ട് 4 ദിവസം ലീവാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേ സൂപ്രണ്ട് ഈ കടലാസ് കാണുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പല ഡോക്ടർമാരുടെ ആയിട്ട് നല്ല പൊക്കത്തിലായി കാണും കടലാസുകൾ. അതിൽ 2-3 നോക്കി അങ്ങേര് പ്രിൻസിപ്പലിന് മാർക്ക് ചെയ്യേണ്ടത് അങ്ങോട്ട് മാർക്ക് ചെയ്യും, ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൊടുക്കേണ്ടത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. ആരോഗ്യവകുപ്പ് സെക്രട്ടറി അയാളുടെ ജോലി എന്താണെന്ന് പറയും. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആരോഗ്യവകുപ്പിലെ സ്ഥലം മാറ്റവും പ്രൊമോഷനും തീരുമാനിക്കുക. ഇത് തീരുമാനിച്ചിട്ട് പുള്ളിക്ക് മരുന്ന് മേടിക്കാൻ പുള്ളിക്ക് നേരെയില്ല. കാരണം ഈ സാധനം ഈ കീറാമുട്ടി കിടക്കും. നമ്മളുടെ CPIയിലെ പഴയ നേതാവ് ഇന്ദ്രജിത് ഗുപ്ത, അദ്ദേഹം മരിച്ചുപോയി.
അദ്ദേഹം ഇടക്കാലത്ത്, എനിക്ക് തോന്നുന്നു ദേവഗൗഡയുടെ ഇടക്കാലത്താണ്, അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു. ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി. ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഇരിക്കുന്ന കസേരയിലിരുന്ന ആൾ. ഇദ്ദേഹം അന്ന് പറഞ്ഞു, എൻ്റെ മേശപ്പുറത്ത് ആയുധങ്ങൾ വാങ്ങാനോ അങ്ങനെയുള്ള ഫയലൊന്നുമല്ല വരുന്നത് മുഴുവൻ പ്രൊമോഷനും അത് സംബന്ധിച്ച പരാതിയും സ്ഥലം മാറ്റവും അത് സംബന്ധിച്ച പരാതിയും. ഇതിൽ തീരുമാനമെടുക്കുമ്പോൾ തന്നെ രാത്രി 12 മണിയായി കഴിഞ്ഞു. പിന്നെ ഞാൻ വയസ്സായ മനുഷ്യനാണ്, 4-5 ഗുളികകൾ കഴിക്കാനുണ്ട്, മിനിമം 4 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 12 മണിക്ക് തന്നെ പിറ്റേ ദിവസം വന്നു കഴിയുമ്പോൾ അടുത്ത കെട്ട് വന്നിരിക്കുന്നു, പ്രൊമോഷൻ പരാതി അത് ഇതൊക്കെ. ഇതാണ് ഇവരുടെ ഗതി. ഈ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ജോലി ആരോഗ്യവകുപ്പിലെ പ്രൊമോഷനും സ്ഥലം മാറ്റവും തീരുമാനിക്കുക. അത് തീരുമാനിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ ഏകദേശം കഥ കഴിയും. ആ മനുഷ്യനെ എത്രയെന്ന് വെച്ച് ചെയ്യും. അപ്പോൾ പിന്നെ മരുന്ന് മേടിക്കാൻ അവിടെ വെക്കരുത്. അപ്പോൾ ഇതേ സാധനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണോ, കോട്ടയം മെഡിക്കൽ കോളേജിൽ വേണോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വേണോ എന്ന് ചോദിക്കുക. അതെല്ലാം കൂടെ അവരുടെ റിക്വയർമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഒന്നിച്ച് നമുക്ക് ഓർഡർ ചെയ്യാം, അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ച് താമസിപ്പിക്കും. അപ്പോഴേക്ക് ഈ ഡോക്ടർ ഹാരിസ് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. ഒടുവിൽ ശരി വാങ്ങാനൊക്കെ തീരുമാനിച്ചു. അത് ഫൈനൽ ടാബുലേറ്റ് ചെയ്ത് ലോവസ്റ്റ് കൊട്ടേഷൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് ഒരു നോട്ട് ആരോഗ്യവകുപ്പിൽ ജനറേറ്റ് ചെയ്യണം. ആ നോട്ട് തയ്യാറാക്കേണ്ടത് ഒരു സൂപ്രണ്ട് ശോശാമ്മയായിരിക്കും. ആ ശോശാമ്മ പ്രസവാവധിയിലാണ്. അവർ വരുന്നതുവരെ ഈ സാധനം ഇവിടെ കിടക്കും. ഇതാണ് സർക്കാരിലെ സാധാരണ കാലതാമസം. ഇപ്പോൾ എല്ലാം ഇമെയിൽ വഴിക്കാണ്. ശരി, ഇമെയിലാണ്, വളരെ കൊണ്ടുപോയി കൊടുക്കാൻ ആൾ വേണ്ട. പക്ഷേ ഈ ഇമെയിൽ ആരെങ്കിലും വായിക്കണ്ടേ? ഇപ്പോൾ ഡോക്ടർ ഹാരിസ് കുടുങ്ങാൻ പോകുന്ന അവിടെയാണ്. ഹാരിസ് പറയും, ഞാനിങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. ചെയ്തതിനൊന്നും ഒരു രേഖയുണ്ടാവില്ല. ഹാരിസ് പറയും, ഞാൻ മെയിൽ അയച്ചിരുന്നു എന്ന് പറയും. പക്ഷേ മെയിലിൻ്റെ രസം എന്താണ്? ഞാൻ സിനിജിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ മെയിൽ അയച്ചു എന്നേ അർത്ഥമുള്ളൂ, സിനിജിക്ക് കിട്ടിയെന്ന് അർത്ഥമില്ല. ഞാനില്ല എന്ന് പറയാൻ നിഷേധിച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. സിനിജി ആ മെയിൽ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് മെയിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ അക്നോളജ് ചെയ്യണം. ഓട്ടോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് മെയിലിൽ. അത് ഓൺ ചെയ്ത് ഓട്ടോ റിപ്ലൈ വെച്ചാൽ ഓക്കെ, നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടും. അതില്ലെങ്കിൽ കിട്ടില്ല. ഒരു സർക്കാർ ആഫീസിലും ഓട്ടോ റിപ്ലൈ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ഒരു കടലാസാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മളൊരു അപേക്ഷ ഒരു സാധാരണ കോർപ്പറേഷൻ ഓഫീസിൽ നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു അക്നോളജ്മെൻ്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. 15 ദിവസം കഴിഞ്ഞിട്ട് ഇത് കാര്യം നടന്നില്ല. നമ്മളവിടെ ചെന്ന് പറയും, നിങ്ങൾ കടലാസ് വെച്ചോ? ഇല്ല സാറ്, ഞാൻ സാറിൻ്റെ കയ്യിൽ തന്നെയാണ് തന്നത്, ഞാൻ ഓർക്കണില്ല, പക്ഷേ ഇവിടെ ഇല്ലല്ലോ കടലാസ്. നിങ്ങളൊരു കാര്യം ചെയ്യും, പുതിയൊരു അപേക്ഷ എഴുതി കൊണ്ടുപോകാം. അല്ലാതെ നിങ്ങളുടെ അപേക്ഷ കിട്ടി എന്ന് പറഞ്ഞാൽ അക്നോളജ്മെൻ്റ് ഇല്ല, ഒരു സർക്കാർ ഓഫീസിലും ഇല്ല. ആകെയുള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങൾ പരാതി കൊടുത്താൽ ഒരു രസീത് കൊടുക്കണമെന്നുണ്ട്, അത് പോലീസുകാർ തരികയില്ല. അല്ലെങ്കിൽ നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരനോ വല്ലതും ആയിരിക്കണം, സാർ രസീത് വേണം, ഇത് കേസാക്കാനുള്ളതാണ്. അങ്ങനെയാണ്, തന്നേക്കാന്ന് പറഞ്ഞിട്ട് രസീത് കൊടുക്കും. ഇല്ലെങ്കിൽ ഇവർ കച്ചറ ഉണ്ടാകും, പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്നൊക്കെ പറഞ്ഞ് തലവേദന. അല്ലാതെ വെറുതെ നമ്മളാരെങ്കിലും പോലീസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ എന്താ ഇത് സാർ പരാതിയാണ്, ഇവിടെ ഇരിക്കട്ടെ, ശരി പൊക്കോ സാർ, ഒരു എന്താ സാർ ഒരു ഒരു രസീതോ കിട്ടിയാലേ എനിക്ക് പറ്റുള്ളൂ. ആ രസീതിനാണെങ്കിൽ അവിടെ നില്ല, വരട്ടെ, SI വരട്ടെ, അവിടെ നിൽക്കും. നമ്മൾ നിന്ന് കാല് കഴിച്ചു, സാർ ഞാൻ പൊക്കോട്ടെ, എനിക്ക് രസീത് വേണ്ട, താൻ രസീതുമായിട്ട് പോയാൽ മതി. അങ്ങനെ വേണ്ട, വേണ്ട, അവിടെ നില്ല, SI വരട്ടെ. ഇതാണ് പോലീസ് സ്റ്റേഷനിലെ രസീത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള സ്ഥലത്ത് ഉള്ള പെരുമാറ്റം. ഞാനിതെല്ലാം എന്താ ഇതല്ലാതെ ഡീസൻ്റായിട്ട് പെരുമാറുന്ന ധാരാളം പോലീസുകാരുണ്ട്, ധാരാളം പേരുണ്ട്. വഴിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആൾട്രാ ജെൻറ്റിൽമാനായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ മനസ്സിലെനിക്ക്. ബട്ട് ഈ ഒരു അവസ്ഥ പോലീസ് സ്റ്റേഷനിലുണ്ട്, സർക്കാർ ഓഫീസിലും ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് ആദ്യം നമുക്കവിടെ കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും.
നമ്മുടെ ഈ അപ്പുറത്തെ ആ ബിനുവിൻ്റെ അളിയനല്ലേ അവിടെ സൂപ്പറുണ്ട്, അതെ അതെ. അപ്പോൾ ബിനുവിനോട് പറയും, ബിനു അളിയനോട് അല്ലെങ്കിൽ അമ്മാവനോട് പറയും, എന്നിട്ട് നമ്മുടെ കള്ളാസ് ശരിയാവും. ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരും ചെയ്ത്. ഇതില്ലാത്ത ആൾക്കാരുടെയൊക്കെ കള്ളാസുകൾ പെട്ടു. ഈ ഡോക്ടർ ഹാരിസ് ഇവരെ എല്ലാം പോയി കണ്ടു കാണും, ഇവർക്ക് കത്ത് അയച്ചു കാണും. ബട്ട് ഡോക്ടർ ഹാരിസ് ദയനീയമായിട്ട് പരാജയപ്പെടും ഈ യുദ്ധത്തിൽ. അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം സൂയിസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സൂയിസൈഡ് ചെയ്തതാണ്, എനിക്കറിയാം, എൻ്റെ പേരിൽ നടപടി ഉണ്ടാകും, എനിക്കറിയാം. കാരണം ചട്ടലംഘനമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ ഡോക്ടർ, ചട്ടലംഘനമാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയിലെ മന്ത്രിയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തക്ക രീതിയിൽ ഈ സാധനം അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തില്ല മീഡിയയിൽ. അവർ വെറുതെ വിടാൻ പോകുന്നു. അതിൻ്റെ തുടക്കമാണ് മുഖ്യമന്ത്രി തുടങ്ങി. അതുവരെ ആരും മിണ്ടിയില്ല. വീണ ജോർജ് പോലും ഹാരിസിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. ബട്ട് മുഖ്യമന്ത്രി അത് ട്വിസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ എം വി ഗോവിന്ദൻ വന്നു, സജി ചെറിയാൻ വന്നു. ഇനി എല്ലാവരും കൂടെ അങ്ങ് തുടങ്ങും. ഡോക്ടർ ഹാരിസിനെ ഓടിച്ചിട്ട് തല്ലും, DYFI അങ്ങനെ കരിങ്കൊടി കാണിക്കും. ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ഞാൻ നടത്തിയത് സൂയിസൈഡാണ്. മുഖ്യമന്ത്രി എൻ്റെ ഗുരുവാണ്, നമസ്കാരം. ഫർദർ വേണ്ടില്ല, പറയാനുള്ളത് പറഞ്ഞു. ആ കഷ്ടമാണ്. ബലിയാടാക്കപ്പെടും ആ മനുഷ്യൻ. പിന്നെ ഡോക്ടറല്ലേ, അങ്ങർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ വേറെ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പറ്റും. സത്യസന്ധനുമാണ്. അതായിരിക്കും സംഭവിക്കല്ലേ. ഉറപ്പായിട്ട് അങ്ങർക്ക് പണി കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.